നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം വള്ളംകളി മാറ്റിവെക്കാമെന്നുള്ള ചിന്തകൾ വന്നു. സർക്കാർ അത് പിന്നീട് നടത്താം എന്നൊക്കെ പറഞ്ഞത് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ചു. ഒരു വേളയ്ക്ക് അത് നടക്കുകയില്ല എന്നുള്ള ചിന്തകൾ വരെ വന്നു. എന്നാൽ ഇതിനോടകം നടന്ന തയ്യാറെടുപ്പുകളിൽ ശക്തമായ പ്രതിഷേധമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പല തീരുമാനങ്ങളും സർക്കാരിന് മാറ്റേണ്ടതായിട്ട് വരുന്നത് പുതിയ കാര്യമൊന്നുമല്ല. മുൻപോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മലബാറിലൊരു വള്ളംകളി നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ പ്രതിഷേധം വർദ്ധിക്കാനിടയായി. പ്രതിഷേധം വർദ്ധിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 1 കോടി രൂപയെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിന് പല കാരണങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം പണമില്ല, പദ്ധതി തുകകൾക്കെല്ലാം അനുവദിക്കാൻ പോലും പണമില്ലാത്ത, നിത്യ ചെലവിന് പോലും പണമില്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ കലാപ്രേമികളെ പലപ്പോഴും പ്രയാസപ്പെടുത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഏതായാലും വള്ളംകളി ഈ വർഷം ഉണ്ടാവുമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഏതായാലും ഒരു പച്ചക്കൊടി അദ്ദേഹം കാണിച്ചു. ഏതായാലും ഈ പ്രതിഷേധങ്ങളെല്ലാം ശക്തമായതിൻ്റെ വെളിച്ചത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ാം തീയതി നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വേണമെങ്കിൽ ഇത് മാറ്റിവെച്ചൂടെ എന്ന് ചിന്തിക്കാം. പക്ഷേ എല്ലാ വർഷവും അതിനുവേണ്ടി പരിശീലിക്കുകയും അതിനു വേണ്ടുന്ന മികവുകൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നവരെ, കലാ സ്നേഹികളെ, അങ്ങനെയുള്ള കായിക താരങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ഈ രംഗത്തുള്ളവർ അതിൻ്റെ ഒരു ഉപജീവന മാർഗം കൂടെ അത് മുഖാന്തരം ലഭിക്കുന്ന മേഖലകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്ത കൂടെ അതിനകത്ത് ഉണ്ട്. ഏതായാലും ഈ മാസം 28-ന് പൊന്നമട കയലിൽ വെച്ച് വള്ളംകളി മത്സരം നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മാത്രമല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നുമാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തോട് ബന്ധത്തിലുണ്ടായിരിക്കുന്നത്. ഇനി നടക്കുകയില്ല, തീയതി മാറ്റിവെക്കണം. അപ്പോൾ തന്നെ സംഘാടകർ പലരും അതിന് ബദലായിട്ടുള്ളത് നടത്തുമെന്നുള്ള ചിന്തയിലേക്ക് വന്നു. ബദലായിട്ട് നടത്തിയാലും അതിന് ചിലപ്പോൾ നഷ്ടപരിഹാരം അപ്പോൾ നൽകേണ്ടതായിട്ട് വരുമെന്നുള്ള ചിന്തകളും പിന്നെ സർക്കാരിന് ഉണ്ടാകുന്ന നാണക്കേട്, ഇതെല്ലാം പരിഗണിച്ചായിരിക്കാം ഒരുപക്ഷെ അവരെ മാറി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പുതിയ തീരുമാനം സ്വാഗതാർഹമാണ്. ഈ തീയതി സംബന്ധിച്ചുണ്ടായിരുന്ന ആശങ്കയും അതുപോലെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം എല്ലാം നീങ്ങുന്നതിൻ്റെ വെളിച്ചത്തിൽ സംഘാടകർ ഇനി മുതൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടെ അത് വളരെ ശക്തമായിട്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ ഭാരവാഹികളൊക്കെ ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ ഈ മത്സരത്തെ നോക്കി കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു ശുഭ സന്ദേശമാണ്, ശുഭവാർത്തയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ആ ശുഭവാർത്തയുമായിട്ട് മുന്നോട്ട് പോകട്ടെ, തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഈ വീഡിയോയിലൂടെ ആശംസിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.